നിങ്ങൾക്കറിയാമോ, സമസ്ത മേഖലകളിലും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ഉണ്ട്. എന്നാൽ നിരവധി ദുരന്ത വാർത്തകളും അതുപോലെ തന്നെ മനുഷ്യരുടെ കണ്ണുനീർ കുതിർന്നതായ വാർത്തകളുമാണ് ദിനം പ്രതി നമ്മളെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 ഏപ്രിൽ 21 തൃശ്ശൂർ വെടിമരുന്ന് ദുരന്തത്തിൽ 16 പേർ മരിക്കുകയും ധാരാളം പേര് പൊള്ളലേൽക്കുകയും ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസമാണ് അങ്കമാലിയിൽ ഉത്സവപ്പറമ്പിൽ വെച്ച് ആനയിടഞ്ഞിട്ട് ഒരാളെ കുത്തിക്കൊന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മുന്നറിയിപ്പിന്റെ കുറവുകളൊന്നുമല്ല, അനുസരിക്കാത്തതാണ് വിഷയം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, അതായത് BC 1450 വീട് പണിയുന്നവർക്കായുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈബിളിൽ മുന്നറിയിപ്പുകൾ ധാരാളമായിട്ടുള്ളതായ ഒരു പുസ്തകമാണ് ബൈബിൾ. ഒരു പുതിയ വീട് പണിതാൽ നിന്റെ വീടിന്റെ മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് കൈമതിൽ പണിയണമെന്ന് ആവർത്തന പുസ്തകം 22-8 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് എക്കാലത്ത് നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു, എന്നാൽ അത് പാലിക്കാത്തതാണ് ഈ ദുരന്തങ്ങൾക്ക് മുഴുവൻ കാരണം. അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ ചാനൽ ഫോളോ ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.